20 വർഷം ഗൾഫിലെ ജോലി ചെയ്ത് മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി കഷ്ടപ്പെട്ട് സമ്പാദിച്ച ഒരു മനുഷ്യൻ ഇന്ന് ആ മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ട. ഇന്ന് തെരുവോരങ്ങളിൽ അലഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നാരായണൻകുട്ടി. നാരായണൻകുട്ടി ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. സ്വന്തമായിട്ടൊരു ഓട്ടോറിക്ഷയുണ്ട്. അയാൾക്ക് സമ്പാദ്യം എന്ന് പറയുന്നത് അത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഒരു സെൻറ്റ് ഭൂമിയോ സ്വന്തമായിട്ട് ഒരു വീടോ അദ്ദേഹത്തിനില്ല. ഈ ഓട്ടോറിക്ഷ ഓടിച്ച് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് വീട്ടിലെ കാര്യങ്ങൾ നടക്കുന്നത്. ഭാര്യയും 2 മക്കളുമുണ്ട്. 2 പെൺമക്കൾ, കുഞ്ഞുങ്ങളാണ്. ഒന്നിന് 6 വയസ്സും ഒന്നിന് 3 വയസ്സും. അപ്പം ആ ഓട്ടോറിക്ഷ ഓടിച്ച് കിട്ടുന്ന ആ വരുമാനം കൊണ്ട് അവർ സന്തോഷമായിട്ട് ജീവിക്കണം. ഒരു വാടക വീട്ടാണ് താമസിക്കുന്നത്. ഈ നാരായണൻകുട്ടി വെറും പാവമാണ്. അദ്ദേഹത്തോട് എല്ലാവർക്കും വളരെ സ്നേഹമാണ്. കാരണം ഓട്ടോറിക്ഷ ഓടിയാലും ന്യായമായ കൂലി മാത്രമേ വാങ്ങുള്ളൂ, അമിതമായിട്ട് ആരോടെയും വാങ്ങത്തില്ല. അതുകൊണ്ട് മിക്കവാറും എല്ലാവരും ഇയാളെ മാത്രമേ ഓട്ടോറിക്ഷ ആവശ്യം വരുമ്പോൾ വിളിക്കുകയുള്ളൂ. അങ്ങനെ എല്ലാവർക്കും ഒരു ജനസമ്മതനാകുന്ന ഒരു മനുഷ്യനാണ് നാരായണൻകുട്ടി. ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിനോ പോവോ മറ്റുള്ളവരുമായിട്ട് ഉള്ള ഒരു വഴക്കോ വക്കാണമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അയാൾക്കില്ല. നല്ല സ്വഭാവമാണ്, എല്ലാവർക്കും വളരെ കാര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗൾഫിലേക്ക് പോകാൻ വേണ്ടി ഒരു ചാൻസ് വന്നത്. അപ്പം നാരായണൻകുട്ടി വിവരം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരാഗ്രഹം, ഗൾഫിൽ പോയി കുറച്ച് കാലം ജോലി ചെയ്താൽ തൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ നടക്കും, തനിക്ക് സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിക്കാം, ഒരു വീട് വെക്കാം, തൻ്റെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ പഠിപ്പിക്കാം. അങ്ങനെ ഉള്ള ചിന്തകളൊക്കെയുമായിട്ടാണ് അന്ന് വൈകിട്ട് നാരായണൻകുട്ടി വീട്ടിൽ വന്നത്. ഭാര്യയോട് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഗൾഫിൽ പോകാൻ വലിയ ചാൻസ് വന്നിട്ടുണ്ട്, പക്ഷേ നമുക്കിന് പൈസയില്ല, പണം കൊടുക്കണം, ഏതാണ്ട് 50,000 രൂപയോളം നമുക്ക് ചിലവാകും വിസയ്ക്ക്. നമ്മൾ എന്ത് ചെയ്യും? ആരോടാണ് കടം വാങ്ങുന്നത്? ഭാര്യയെ പറഞ്ഞു, ആരോടാണ് നമ്മൾ വാങ്ങുന്നത്? നല്ലതായിരുന്നു, നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥയ്ക്കൊരു മാറ്റം വന്നേനമായിരുന്നൊക്കെ ഭാര്യയും പറഞ്ഞു. അപ്പം നാരായണൻകുട്ടി ഭാര്യയോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിപ്പോൾ ഉണ്ടെന്ന് പറയാൻ ഈ ഓട്ടോറിക്ഷ മാത്രമല്ലേ ഉള്ളൂ, നമുക്ക് ആ ഓട്ടോറിക്ഷയിൽ കൊടുക്കാം. അത് കൊടുത്താലും 50,000 രൂപയുടെ അടുത്ത് കിട്ടും അതിന്. പിന്നെ ബാക്കി പോരാത്ത പൈസ എങ്ങനെ ഉണ്ടായിക്കൊണ്ട് നമുക്കങ്ങനെ ചെയ്താലോ. അപ്പോൾ ഭാര്യ പറഞ്ഞു, അങ്ങനെ ഓട്ടോറിക്ഷ കൊടുത്ത് നമ്മൾ ഗൾഫിൽ പോയിട്ട് അവിടുത്തെ ജോലി ശരിയാകുന്നില്ലെങ്കിൽ ഓട്ടോറിക്ഷയും പോകും, ജോലി ശരിയാകുന്നില്ല, എന്ത് ചെയ്യും? അപ്പം നാരായണൻകുട്ടി പറഞ്ഞു, ഞാൻ നാളെ ആ ഏജൻറ്റിനോട് ചോദിച്ചിട്ട് സൂക്ഷ്മമായ വിവരം അറിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി കാര്യം തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിറ്റേ ദിവസം ചെന്ന് ആ ഏജൻറ്റിനെ കണ്ടു, അയാളോട് വിവരം സംസാരിച്ചു. അയാൾ പറഞ്ഞൊരു കുഴപ്പവുമില്ല, നിനക്ക് അവിടെ ന്യായമായി ഈ ശമ്പളം കിട്ടും, നീ പോകാൻ വേണ്ടി തയ്യാറായിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നാരായണൻകുട്ടി ഓട്ടോറിക്ഷ കൊടുത്ത് ഗൾഫിലേക്ക് പോകാൻ ഒരുങ്ങിയത്. ഓട്ടോറിക്ഷയ്ക്കാണ് 48,000 രൂപ കിട്ടി. അതുമായിട്ട് അയാൾ ഗൾഫിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി. മക്കളെയും ഭാര്യയും പിരിഞ്ഞു പോകുന്നതിൽ വളരെ പ്രയാസമുണ്ട്. ഇനിയും ഗൾഫിൽ ചെന്നിട്ട് ജോലി ചെയ്തവരണം അവിടെ പൈസ അയച്ചു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ. അപ്പം ഭാര്യയും പറഞ്ഞു, അതിന് പ്രയാസപ്പെടുകയൊന്നും വേണ്ട, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ നടക്കുമെന്ന്. ഏതായാലും നിങ്ങൾ പോകാൻ തീരുമാനിച്ചില്ലയോ, നമ്മുടെ കുടുംബം ഒന്ന് രക്ഷപ്പെടട്ടെ, അതിൽ നമുക്ക് അത്യാവശ്യം എന്ന് പറഞ്ഞു. അങ്ങനെ നാരായണൻകുട്ടി ഗൾഫിലേക്ക് യാത്രയായി. ഗൾഫിൽ ചെന്ന നാരായണൻകുട്ടിക്ക് അവിടുത്തെ ഒരു കടയിൽ ഒരു സെയിൽസ്മാനായിട്ടാണ് ജോലി കിട്ടി. എങ്കിലും ന്യായമായ ശമ്പളം അവർ കൊടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഗൾഫിൽ ചെന്ന് 2 വർഷത്തോളമായി നാരായണൻകുട്ടി കിട്ടുന്ന പൈസ ഭാര്യയുടെ പേരിൽ അയച്ചു കൊടുക്കും. വീട്ടിലെ കാര്യങ്ങളൊക്കെയും കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. എപ്പോഴും പറയും, കുഞ്ഞുങ്ങളുടെ കാര്യത്തിലൊന്നും മുടക്കമൊന്നും വരുത്തരുത്, അവരെ പഠിപ്പിക്കണം, അവർക്ക് ആഹാരത്തിന് ബുദ്ധിമുട്ടൊന്നും വരല്ല, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും ആഹാരങ്ങളും ഒക്കെ നീ ഉണ്ടാക്കി കൊടുക്കണം, ആവശ്യമുള്ള പൈസ ഞാൻ അയച്ചു തന്നോളാം എന്നൊക്കെ പറയും. അങ്ങനെ അയാൾ ആദ്യത്തെ പ്രാവശ്യം നാട്ടിൽ വന്ന് 3 വർഷം കഴിഞ്ഞാണ്
നാട്ടിൽ വരുന്നത്. നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അല്പം പൈസയൊക്കെ ഉണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു, നമുക്ക് ഒരു 2 സെൻറ്റ് സ്ഥലം എവിടുന്നെങ്കിലും വാങ്ങണം, ഉള്ള കാശൊക്കെ കൊടുത്ത് നമുക്ക് 2 സെൻറ്റ് സ്ഥലം വാങ്ങാം. അങ്ങനെ അയാൾ മടങ്ങിപ്പോകുന്നതിന് മുമ്പ് തന്നെ വാടക വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു 5 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു. സ്ഥലം വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസങ്ങൾ അവിടെ കഴിഞ്ഞിട്ട് അയാൾ ഗൾഫിലേക്ക് വീണ്ടും മടങ്ങിപ്പോയി. അങ്ങനെ ഗൾഫിലെ ജോലികൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. വീട്ടിൽ മക്കൾ വളർന്നുകൊണ്ടിരുന്നു, മക്കൾ പഠിക്കുവാനൊക്കെ പോയി തുടങ്ങി. അങ്ങനെ കാര്യങ്ങളൊന്നും കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ കൂടി മുന്നോട്ട് പോവുകയാണ്. കുറച്ച് നാൾ ഗൾഫിൽ ജോലി ചെയ്തു കഴിഞ്ഞപ്പോൾ അയാളുടെ വീടിൻ്റെ അവസ്ഥകളൊക്കെ ഇന്ന് മാറി തുടങ്ങി. 5 സെൻറ്റ് എന്നുള്ളത് 5 സെൻറ്റോടെ കൂടി വാങ്ങിച്ചു. അങ്ങനെ 10 സെൻറ്റായി. അതിനകത്ത് ചെറിയൊരു വീട്, നല്ല രീതിയിൽ ചെറിയൊരു വീട്, കണ്ടെങ്കിൽ ചെറുതാണെങ്കിലും നല്ല വൃത്തിയുള്ളൊരു വീട് പണിയുവാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ നാരായണൻകുട്ടി വീണ്ടും 2-3 പ്രാവശ്യം നാട്ടിൽ വരികയും പോവുകയും ചെയ്തു. വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ മാറി, മക്കൾ വളർന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ അവർ കോളേജിൽ പഠിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. ഭാര്യയുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വന്നു. ഭാര്യയ്ക്ക് കയ്യിലും കഴുത്തിലുമൊക്കെ ആഭരണങ്ങളായി. അങ്ങനെ ചുറ്റുപാടും സാഹചര്യങ്ങളും മാറി. അത് നാരായണൻകുട്ടിക്ക് വളരെ സന്തോഷമായിരുന്നു. എന്നാൽ ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നാരായണൻകുട്ടിക്ക് ഒരു അസുഖം വന്നു. ആ അസുഖം പല ഹോസ്പിറ്റലിലും ചികിത്സിച്ചിട്ടെങ്ങും അതിനൊരു ഭേദം വരുന്നില്ല. അപ്പം നാരായണൻകുട്ടി അവിടെ ചെന്നിട്ട് തന്നെ ഇപ്പോൾ 18 വർഷം കഴിഞ്ഞു. അപ്പം വീട്ടിലെ സാഹചര്യങ്ങളൊക്കെയും മാറി, മക്കളെ കാര്യങ്ങളൊക്കെയും ഒരു ക്രമീകരണത്തിലൊക്കെ ആയി. മക്കൾക്ക് 2 പേർക്കും വിവാഹം കഴിക്കുവാനുള്ളതായ പ്രായമായി വിവാഹകാലം നടക്കുന്നു. ഇനി അവരുടെ കല്യാണം നടത്തുവാൻ വേണ്ടി പണം വേണം. അതിനൊക്കെയും നാരായണൻകുട്ടി കിട്ടുന്ന കാശുകളൊക്കെയും ഭാര്യയുടെ പേരിൽ അയച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇതിനിടയ്ക്ക് മക്കളുടെ 2 പേരുടെയും വിവാഹം നടത്തി. നല്ല രീതിയിൽ കൂടാണ് നടത്തിയത്. അങ്ങനെ നാരായണൻകുട്ടി തീരുമാനിച്ചു, ഇനിയും മക്കളുടെ വിവാഹം നടന്നല്ലോ, ഇനിയും ബാക്കി അല്പം പൈസ ഉണ്ട്, ഇനി നാട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും ഇച്ചിരി ബിസിനസ് വല്ലതും തുടങ്ങാം എന്നൊക്കെ ഇങ്ങനെ തീരുമാനിച്ചു. നാട്ടിൽ ബാങ്കിൽ പൈസ ഉണ്ടല്ലോ, ഭാര്യയുടെ പേരിലാണെന്ന് പറഞ്ഞാലും തനിക്കിവിടെ അവകാശപ്പെട്ട പൈസ ഇല്ലയോ എന്നൊക്കെ നാരായണൻകുട്ടി ഇങ്ങനെ മനസ്സിൽ സംഗ്രഹിച്ച് മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട്, എന്നാൽ ഗൾഫിലെ ജോലി മതിയാക്കി ഇനി നാട്ടിൽ വന്നിട്ട് നാട്ടിലിനിയും ഭാര്യയോട് മക്കൾ വിവാഹം കഴിച്ച് അടുത്താണ് താമസിക്കുന്നത്. ഇളയ മകൾ വീട്ടിലുണ്ട്. മൂത്ത മകൾ വിവാഹം കഴിച്ചിരിക്കുന്ന ഒരു ജോലിയുള്ള ഒരാളാണ്. അപ്പോൾ ആ മൂത്ത മകള് ആ ഭർത്താവിൻ്റെ വീട്ടിലാണ്. ഇളയ മകള് നാരായണൻകുട്ടി വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. കാരണം അവന് അവിടെ ഒരു കമ്പനിയിലെ ജോലിയാണ്. അപ്പോൾ ആ വീട്ടിൽ അവർക്ക് അവിടാണ് താമസിക്കാനുള്ളതായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീരുമാനിച്ചാണ് ആ വിവാഹം നടന്നത്. അങ്ങനെ മോളും മരുമോനും ആ വീട്ടിലാണ് താമസിക്കുന്നത്. നാട്ടിൽ വന്നിട്ട് ഒരു ബിസിനസ് തുടങ്ങണം, എന്തെങ്കിലും നല്ലൊരു ബിസിനസ് തുടങ്ങണം, അതിനുള്ള പൈസ ഉണ്ടല്ലോ. അങ്ങനെ കണക്കൂട്ടിക്കൊണ്ടാണ് നാരായണൻകുട്ടി ഗൾഫിലെ ജോലി മതിയാക്കി നാട്ടിൽ വന്ന് ഏതാണ്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ബിസിനസ്സിനെ കുറിച്ചൊക്കെ തീരുമാനിച്ച് ഭാര്യയോടൊക്കെ സംസാരിച്ച് പണത്തിൻ്റെ കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ഭാര്യ പറഞ്ഞത്, പണം എൻ്റെ കൈവശമൊന്നുമില്ല, എല്ലാം മക്കളുടെ പേരിലാണ് കിടക്കുന്നത്, മക്കളോട് ചോദിക്കാതെ നമുക്ക് ചെയ്യാനൊക്കുമോ? അങ്ങനെ നാരായണൻകുട്ടി മക്കളുമായിട്ട് സംസാരിച്ചു. നമുക്ക് പണം എടുത്തു കഴിഞ്ഞ് എനിക്കൊരു ബിസിനസ് ചെയ്യണം. പക്ഷേ പണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മക്കളുടെ സ്വഭാവങ്ങളൊക്കെയും മാറി. തന്നെയല്ല, ആ മക്കളോട് ചേർന്നാണ് ഭാര്യയും സംസാരിച്ചത്. ഇനിയിപ്പോൾ ഇത്രയും നാളായി ഇനിയും ബിസിനസ്സിന് ഇരുന്ന ആവശ്യമില്ല എന്നുള്ള ഒരു അവജ്ഞ. കാരണം നാരായണൻകുട്ടിയുടെ വരുമാനം നിന്ന് കഴിഞ്ഞപ്പോൾ ഭാര്യയ്ക്ക് പോലും നാരായണൻകുട്ടിയോട് വെറുപ്പായി. നാരായണൻകുട്ടി ഇന്നൊരു ഭ്രാന്തനെ പോലെ ആ വഴിയിൽ കൂടി അലഞ്ഞു നടക്കുകയാണ്. മക്കൾക്ക് വേണ്ടും ഭാര്യയ്ക്ക് വേണ്ടിയും കഷ്ടപ്പെട്ട് ആ മണലാരണത്തിൽ കിടന്ന് കഷ്ടപ്പെട്ട നാരായണൻകുട്ടി ഇന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നാട്ടിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു സാഹചര്യം.